ഹലോ കൂട്ടുകാരെ, നമ്മളിതാ ഒരു പുതിയൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളുമായി നമ്മൾ വന്നിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട്. നിങ്ങളുടെ ഭാഗത്തേക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങിയത് 7 മണി സമയമായിട്ടുണ്ട്. അതിന് കാരണം മഴക്കാറാണ്. നമ്മുടെ മഴക്കാർ കണ്ടിട്ട് നമ്മൾ നിലവിൽ പോയതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ രാവിലത്തെ കാഴ്ചകളാണ്. ഓരോരുത്തർ നടക്കാനൊക്കെ പോകുന്നുണ്ട്. ഈനിമകൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഇനി ആപ്പുകൾ ഓണാക്കട്ടെ. നമ്മൾ കാര്യമായിട്ട് ഓൺലൈൻ ടാക്സി ഓടൽ റാപ്പിഡോ, കേരള സവാരിയാണ്. പലർക്കും റാപ്പിഡോ എന്നൊക്കെ പറയുമ്പോൾ ബൈക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഇതാണ്. കാരണം നമ്മൾ റാപ്പിഡോ ആണ് നമ്മൾ സവാരി എടുക്കലുണ്ടെന്ന് പറയുമ്പോൾ ചോദിക്കുന്നതാണ്, റാപ്പിഡോയിൽ ഓട്ടോറിക്ഷ ഉണ്ടോ, കേരള സവാരിയിൽ ഓട്ടോറിക്ഷ ഉണ്ടോ എന്നൊക്കെ. നമ്മളത് എരഞ്ഞിപ്പാലം ഇല്ല. നമുക്ക് ഒരു ഓർഡർ അടിച്ച് നമ്മളത് ആളിറക്കാൻ വേണ്ടി പോവാണ്. ആളെ ഇറക്കി വന്നപ്പോൾ പുതിയ സ്റ്റാൻഡിൽ വണ്ടി കുറവാണ്. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റാൻഡ് ലൈനിലേക്ക് വണ്ടി ഇട്ട് നമ്മളവിടുന്ന് ലൈനിൽ ആളെടുക്കാൻ വേണ്ടി പോവാണ്. നല്ല മഴ ഇങ്ങനെ സ്പ്രേ അടിച്ച പോലെ, അതായത് മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പെയ്യുന്നുണ്ട്, പെയ്യുന്നില്ല എന്ന് വെച്ചാൽ പെയ്യുന്നില്ല എന്നുള്ള കോലത്തിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പം ശക്തമായി പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പൊക്കമാവുമെന്ന് അറിയാവുന്നത് കൊണ്ട് സ്പ്രേ അടിക്കുന്ന പോലെയാണ് പെയ്യുന്നത്. നമുക്ക് അവിടെ നിന്ന് ഒരു ബീച്ച് ഹോസ്പിറ്റലിലേക്ക് ഓർഡർ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പോവുകയാണ്. എന്ത് സുഖമാണ് വണ്ടി വിടാൻ. കാല് റോഡായതുകൊണ്ടേ നമുക്ക് 40 രൂപ കിട്ടിയാണ്. ഞാൻ അതൊന്ന് ബാക്കി ബാലൻസ് നമ്മൾ കൊടുത്ത് നമ്മളിവിടെ ലൈനിലിടുന്നില്ല. കാരണം കണ്ടമാനം വണ്ടിയുണ്ട്. നമുക്ക് വരുന്ന വഴിക്ക് ഒരാൾ കൈകാട്ടി KSRTCയിലേക്ക് നമുക്ക് ഓർഡർ കിട്ടി. 30 അതേപോലെ 35 40 റുപ്യ തന്ന്. KSRTCയിൽ രാവിലെ തിരക്കൊന്നും ഇല്ലാതെ ശാന്തമായിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഉച്ചക്കൊക്കെ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പം നമുക്ക് വിലങ്ങനെ ഓർഡറൊന്നും അടിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈനിൽ ഇങ്ങനെ ഇടുന്നത്. നമുക്ക് KSRTC ലൈനിൽ ഒരു ബേബി കിട്ടിക്കണേ. ഇനി ഓഫീസ് ടൈമൊക്കെ ആവേണ്ടി വരും, ഒരു 9:30 ആവേണ്ടി വരും. ഇല്ല, നമുക്ക് റാപ്പിഡോയിൽ ഒരു ഓർഡർ അടിച്ചേക്കണ്. നമുക്ക് ഇവിടുന്ന് ഗോകുലമാളിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഇവിടെ പോയി. വെള്ളിയാഴ്ച ആയിട്ട് ആരെയും കാണുന്നില്ല. വണ്ടി കുറവാണ്, കുറവാണല്ലോ വണ്ടി. അതാ നമ്മൾ ലൈനിൽ കയറ്റിയപ്പോൾ നമുക്കൊരു ഓർഡർ അടിക്കുന്നത്. നമ്മൾ ഈ ഓർഡർ എടുക്കുന്നില്ല. കാരണം ഇപ്പോൾ ട്രെയിന് 2-3 അടുപ്പിച്ച് വരാനുണ്ട്. വന്ദേ ഭാരതൊക്കെ വരാനുണ്ട്. വണ്ടിയാണെങ്കിൽ ഇവിടെ റെയിൽവേയിൽ കുറവാണ്, തീരെ വണ്ടിയില്ല. അപ്പോൾ നമ്മൾ ആ ഓർഡർ എടുത്തില്ല. നമുക്ക് ട്രെയിന് 3 അടുപ്പിച്ച് വരാനുണ്ട്. നോക്കാം. ഞാൻ പറഞ്ഞില്ല ട്രെയിൻ അടുപ്പിച്ച് വരാനുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഉള്ള ആളെ കണ്ടോളൂ നിങ്ങൾ. കോഴിക്കോട് സിറ്റിയിൽ എല്ലാ വണ്ടിയും വരേണ്ടി വരും. കാരണം അത്രയും ആൾക്കാരുണ്ട് ഇവിടെ. കണ്ടമാനം ട്രെയിനുകൾ അടുപ്പിച്ച് വരാനുണ്ട്. ഒരു 10:30 വരെ ട്രെയിൻ അടുപ്പിച്ച് വരാനുണ്ട്. അത്യാവശ്യം ഓഫീസിൽ പോകുന്നവരും അത്യാവശ്യം ക്ലാസ്സിന് പോകുന്ന കുട്ടികളൊക്കെ വരുന്ന ട്രെയിനാണ്. ആ ഒരു ടൈമാണ്, അതായത് പീക്ക് ടൈം എന്നൊക്കെ പറയില്ല, അങ്ങനെ പീക്ക് ടൈമാണ് ഇപ്പോൾ. വണ്ടി നീക്കം കുറയുന്നത് വെച്ചാൽ അവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ലാത്തതിനെ കൊണ്ടാണ്. റെയിൽവേൻ്റെ പണി നടക്കുന്നതിനെ കൊണ്ട് ഉള്ളിൽ നിന്ന് വണ്ടി വന്ന് തിരിക്കാനുള്ളൊരു ഗ്യാപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ആൾക്കാർ മഴ ഇപ്പോൾ ചെറുങ്ങനൊന്ന് ശക്തിയായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കയറുന്നത്. നമ്മൾ വെള്ളിയാഴ്ച അതിനെ കൊണ്ട് പിന്നെ രാവിലെ സൈഡാക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങുന്നത്. 3:30 സമയമാണ് ഇറങ്ങുന്നത്. കുറച്ച് പേഴ്സണൽ ഓട്ടം ഉണ്ടായിരുന്നു. 3:30 ശേഷമാണ് ഇറങ്ങുന്നത്. 3:30 ശേഷം LICൻ്റെ അവിടെ ലൈന് കണ്ടപ്പോൾ ഒന്ന് ഇട്ടോക്കിയ ലൈന് കാലി കണ്ടപ്പോഴേ നമ്മളൊരു ഓർഡർ പോയിരുന്നപ്പോൾ മാത്രമല്ല, നല്ല ബ്ലോക്കാണ്. അപ്പോൾ നമ്മളൊരു കാറ് കീൻ്റെ ബാക്കിൽ വെച്ചപ്പോൾ അതിലൊരു ഡ്രൈവർ നമ്മളെ ഫോട്ടോ എടുക്കുക. എന്താ സംഭവം എന്നൊന്നും മനസ്സില്ല, പോലീസുകാരനാണോന്നും. എന്താ വൈകുന്നേരമായി, ചാർജ് തീരാനായി. അപ്പോൾ ലാസ്റ്റ് ഒരു ഓർഡറാണിത്. അപ്പോൾ നല്ല പണിയുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ രാവിലെ കണ്ട മഴ പെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്.